കോട്ടയം മാർക്കറ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. പി ആർ പ്രവീണ നമുക്ക് പോകുന്നുണ്ട്. പി ആർ പ്രവീണ, കോട്ടയത്ത് ഓണമൊക്കെ ഉഷാറായോ? കോട്ടയത്ത് ഓണത്തിന്റെ ചൂട് പിടിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും വിപണിയിലേക്കൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി. ഉത്രാടപ്പച്ചിൽ നമ്മൾ എത്രയൊക്കെ വാങ്ങി വച്ചാലും ഉത്രാടത്തിന്റെ അന്ന് ഇറങ്ങി ഒന്ന് അവസാന വട്ടം എല്ലായിടത്തും എന്തൊക്കെയുണ്ട്, ഇനി ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് മാറാത്ത അവസ്ഥയിലാണ് മലയാളി ഉള്ളത്. ചേച്ചി, സാധനങ്ങളൊക്കെ മേടിച്ചോ? നല്ല ബെസ്റ്റാ, ഉത്രാടം ബെസ്റ്റാ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, സാധനമൊക്കെ മേടിച്ചോണ്ടിരിക്കുന്നു. ഇത് നേരത്തെ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് വാങ്ങാൻ ഇറങ്ങിയതാണോ അതോ ഇന്ന് വാങ്ങിക്കാൻ ഇറങ്ങിയതാണോ? അല്ല, ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലല്ലേ, അപ്പം ഇന്നത്തേക്കിനുള്ളത് വാങ്ങാന്ന് വെച്ച്. ഓണക്കൊടിയൊക്കെ എടുത്ത് ഒരു അമ്മാമ നിൽക്കുന്നുണ്ട്. അമ്മാമ, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ? സദ്യ ഒരുക്കാനുള്ള എല്ലാം റെഡിയാക്കിയോ? അമ്മ പറയില്ല കേട്ടോ, കലിപ്പിലാന്ന്. കലിപ്പൊന്നുമില്ല. വില കൂടുതലാണോ? ഓ, വില കൂടുതലൊന്നുമില്ല, ഒന്നും പറ്റിയില്ല. എങ്ങനെയുണ്ട് കച്ചവടം? ഓണക്കച്ചവടം നിങ്ങൾക്ക് വേറെ പ്രതീക്ഷകൾക്കൊക്കെ ഉണ്ട്? എപ്പോഴത്തേക്ക് ഒരു 2 മണി മുതൽ ഉച്ച കഴിയും അവിടേക്ക് ഉത്രാടപ്പാച്ചിലാകാൻ. അപ്പോൾ പ്രവീണയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രവീണ, കുറച്ചുകൂടി തിരക്കാവുമ്പോഴേക്ക് വീണ്ടും എത്താം. പ്രവീണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇത്തവണ കോട്ടയത്തെ ഓണം കൂടി ഉഷാറാക്കിയിട്ട് വേണം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകാം.